ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കിഡിലെ ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ എങ്ങനെ തുടങ്ങിയല്ലേ? അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി 1/2 കിലോ ചെമ്മീനെ എടുത്തിന്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതും നമ്മൾ പെരക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പീസ് ഇഞ്ചും 5-6 അല്ലി വെളുത്തുള്ളിയാണ്. അത് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒരു മൂത്ത മണം വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിന്. ഒരു ഉള്ളിയും 2 പച്ചമുളകും അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലോണം ഒന്ന് വഴന്നു വന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിൻ തക്കാളിയിൽ നല്ലോണം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊടീൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് മസാല വരക്കി വെച്ച ചെമ്മീനില്ലേ അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീനിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചേ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടോ, കാരണം ചെമ്മീൻ വേഗം വെന്തോളും. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ചെമ്മീൻ വെന്തോളും. അപ്പോൾ ആ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം പതച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം വേപ്പിച്ചെടുക്കാം. വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്, നല്ലോണം ചെമ്മീൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണൻ്റെ പച്ചമണം വരില്ലേ, ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മളെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുക. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണെന്ന് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.